നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മടി ഒരു പ്രശ്നമല്ല, മടിയൻ മല ചുമക്കും. ഇതൊരു സീരിയസ് ആയിട്ടുള്ള മടിയെ പറ്റിയിട്ടാണ് പറയണത്. അതെ, പണ്ട് എൻ്റെ ടീച്ചർ പറയായിരുന്നു മടിക്കുള്ള പ്രതിവിധി ചൂരൽ കഷായം എന്ന് പറയാറ്. ഞാൻ വേറൊരാളുടെ മടി കൊണ്ട് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ ഇഫ് യു ഹാവ് വൺ അഡ്വൈസ് വാട്ട് വുഡ് ഇറ്റ് ബി? നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാത്ത പ്രൊജക്ടുകൾ നമ്മൾ തലയിടാതിരിക്കുക. ഇപ്പൊ ഞാൻ ചിന്തിക്കേണ്ടത് വൈ ആം ഐ ലേസി എന്നാണ്. അതെ, ഇപ്പൊ നമ്മൾ ചെയ്യാതിരിക്കണ ഓരോന്നിന്റെ പുറകിലൊരു കാരണമുണ്ട്. ഇപ്പൊ നമ്മൾ എക്സൈറ്റ് ചെയ്യാത്ത കാരണങ്ങളായിരിക്കാം. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാത്തത്. നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് മടിയുടെ ശാസ്ത്രം. മടി ശാസ്ത്രം. ശ്യാം, യെസ്, മടിയൻ മല ചുമക്കും. മടിയന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മടി ഒരു പ്രശ്നമാണെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. പക്ഷേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മടി ഒരു പ്രശ്നമല്ല, സയൻസ് ബിഹൈൻഡ് മടി എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ്. ഇപ്പം നിങ്ങളെ മടിയൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും, നിങ്ങളുടെ വെരി ക്ലോസ് ബൈ ആരെങ്കിലും മടി ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഫോർ യു. അതെ, നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് മടിയുടെ മടിയുടെ ശാസ്ത്രം. മടി ശാസ്ത്രം. ഓക്കെ, ബുക്കിന്റെ പേരാണ് ലേസിനെസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും മടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഡിവോൺ പ്രൈസ് എന്നൊരു വെരി ഫേമസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സൈക്കോളജി പഠിച്ച ഒരാള്, വെരി ഫേമസ് ഓഥറാണ്. പുള്ളിയുടെ ഒരു ബുക്കാണിത്. വെരി ഡിഫറെൻറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഒരു വെരി ഡിഫറെൻറ്റ് ഇൻ മൈൻഡ് സെറ്റ്. നമ്മൾ ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസമായിരിക്കും ഈ ബുക്ക്. അതെ, ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ശ്യാം എന്താണ് ഈ ഒരു ബുക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ശ്യാമിൻ്റെ കൺസെപ്റ്റിൽ? ബുക്കിന്റെ ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ ആ ടൈറ്റിൽ പറഞ്ഞ പോലെ ലേസിനെസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയില്ല. അതായത് നമ്മൾ പല ആൾക്കാരിനെയും മടിയന്മാരായിട്ട് മുദ്ര കുത്തും. ചില ആൾക്കാരുടെ അവർ ബിഹേവ് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ അവർ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും നമ്മൾ അങ്ങനെ ഒരു കിരീടം ചാർത്തി കൊടുക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവായിരിക്കും. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് വിളിച്ചിട്ടുണ്ടാവായിരിക്കും നമ്മളൊരു മടിയനാണെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ സ്വയം അങ്ങനെ പറയണ സമയം ഉണ്ടാവായിരിക്കും. നമ്മളൊരു സെൽഫ് സബോട്ടേജ് എന്ന് പറയില്ലേ, നമ്മൾ സ്വയം തന്നെ ഞാനൊരു മടിയനായി പോയല്ലോ, എനിക്ക് ഒന്നിനുള്ള കഴിവില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഞാനൊരു മടിയനാണ് എപ്പോഴും സിദ്ധാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. സമൂഹം വിളിക്കുന്ന ഒരു രീതികളുണ്ടാവും. ഇപ്പൊ നമ്മളും എന്നെ ഒരു കാലഘട്ടത്തിൽ നീ ഒരു മടിയനായി പോയില്ല, ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മളങ്ങനെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള മടിയെ പറ്റിയിട്ടാണ് പറയണത്. നമ്മളൊരു അൺമോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളൊന്നും ചെയ്യാനില്ലാണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കണ ഒരു ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അവരെ ചിലപ്പോൾ വിളിക്കുന്നത് മടിയന്മാരായിട്ടാണ്. അപ്പൊ ഇദ്ദേഹം പറയണതെന്ന് വെച്ചാൽ മടി എന്ന് പറയണത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് എന്തിൻ്റെയെങ്കിലും ഒരു അണ്ടർലൈങ് ഫാക്ടറിന്റെ ഒരു പുറമെ വന്ന് കാണിക്കണ ഒരു സിംറ്റം മാത്രമാണെന്നാണ്. ഇപ്പം നമ്മൾ ഒരിക്കലും മടീനെ അങ്ങനെ ചിന്തിക്കാറില്ല അല്ലേ? ഇല്ല, നമ്മൾ മടീനെ മടിയായിട്ട് കാണുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞ മടി ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് മടി. പല കാരണങ്ങളെ കൊണ്ടായിരിക്കാം നമുക്ക് മടി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന്. ചിലപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം നമുക്ക് പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മുടെ പുറകിലുള്ള ഒരു പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ അത് ചെയ്യാതിരിക്കണത്, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാണ്ട് ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യണത്. രണ്ടാമത് ചിലപ്പോൾ നമ്മൾ സിറ്റുവേഷണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് ചിലപ്പോൾ നമുക്ക് ഒത്തിരി സപ്പോർട്ട് വേണമായിരിക്കും, അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് വേണമായിരിക്കാം. ചിലപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട ഒരു സിറ്റുവേഷണലി ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ഫിസിയോളജിക്കൽ റീസൺ കൊണ്ടാവാം ഒരാൾ മടിയനായിട്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെയാണ്? അവർ കൂടുതലും അവരുടെ ഒരു സൈക്കോളജിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കലി ഇനാക്റ്റീവ് ആണ്, അവർക്ക് അതിനുള്ള എനർജി ഇല്ല. ഇപ്പോൾ അതുപോലെ ഉറക്കം പ്രോപ്പർ അല്ലാത്ത ആൾക്കാർക്ക് ദർ ആർ ഫിസിയോളജിക്കൽ റീസൺ, അല്ലെങ്കിൽ ബേൺ ഔട്ട് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം നമ്മൾ ജോലികളൊക്കെ പോയി കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കലി നമ്മൾ ചലഞ്ചഡ് ആയിക്കൊണ്ട് വി ഫീൽ ലേസി, അല്ലെങ്കിൽ നമ്മൾ വി ഡു തിങ്സ് ഡിഫറെൻ്റ്ലി, അല്ലെങ്കിൽ നമ്മൾ അതിന് എനർജി ഇല്ലാത്ത രീതിയിൽ നമ്മൾ സ്വയം ഒരു മടിയനായി മാറപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവാം. അതെ, നമ്മൾ ജോലി കഴിഞ്ഞിട്ട് തളർന്നു വന്നിരുവാണെങ്കിൽ വന്നിരുന്ന നമ്മൾ എവിടെയും പോയി ഒരു സോഫയിൽ പോയി കുത്തിയിരുന്ന് കുറച്ചേരം നമ്മൾ ഇരുന്ന് നമുക്ക് പറ്റത്തില്ല. പക്ഷെ അത് മടിയല്ലത്. അല്ല, അപ്പൊ അങ്ങനെ
ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ടാവാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ബിഹേവിയർ ഒരു ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ വി ഡോണ്ട് ലുക്ക് ദം ആസ് എ ലേസി പേഴ്സൺ. അദ്ദേഹം പറയണത് അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണെന്ന് തിരിച്ചറിയണം എന്നാണ് പറയണത്. ഒന്നെങ്കിൽ സെൽഫായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ വഴിയോ. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റി എപ്പോഴും മടീനെ ഒരു എന്താ പറയുക വില്ലനായിട്ട് അല്ലെങ്കിൽ ഒരു ബാഡ് തിങ് ആയിട്ടാണ് കാണുന്നത്. അതെ 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 അതെ, ഒരു പരിധിവരെ റൈറ്റ്ലി സോ. നമുക്ക് കാരണം വി ഓൾവേസ് എൻവിഷൻ ഹൈലി പ്രൊഡക്റ്റീവ് പീപ്പിൾ അല്ലേ. നമ്മൾ വീട്ടിലുള്ളതാണെങ്കിലും നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും ദേ ഹാവ് ടു ഡു സംതിങ്. അതെ, ഞാൻ വൈഫിനോട് എപ്പോഴും ഞങ്ങൾ ചുമ്മാ തമാശ കൊണ്ട് പറയുന്നത് വെറുതെ ഇരിക്കുന്ന കാണാൻ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞല്ലേ. അപ്പം ഇതൊരു ബിലീഫാണ്. അങ്ങനെ നമ്മുടെ ഇതിനകത്ത് ഡിവോൺ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 3 ടോക്സിക് കൺസെപ്റ്റ്സ്, ഒരു തെറ്റായ കൺസെപ്റ്റ് ഏതൊക്കെയാണ്? നമുക്ക് സൊസൈറ്റി കുറേ ഡെഫിനേഷൻ വെച്ചിട്ടുണ്ട് ഓരോ ആളുകൾക്കും, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഓരോ ആളുകളും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിനെ റിലേറ്റഡ് ആക്കിയിട്ടാണ് സൊസൈറ്റി കാണുന്നത് അല്ലേ. നമ്മളൊരു മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ വി ആർ എ പേഴ്സൺ വിത്ത് മോർ സെൽഫ് വർത്തി. അപ്പം അത്തരം കുറേ ഡെഫിനേഷൻസ് അല്ലെങ്കിൽ ഒരു കുറേ ബിലീഫ്സ് നമ്മുടെ സൊസൈറ്റി ഒരാളുകളിലും എത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഓക്കെ, ഞാൻ ഇന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തില്ലെങ്കിൽ ഐ കോൾ മൈ സെൽഫ് ലേസി പേഴ്സൺ. അതുപോലെ തന്നെ വേറൊരു ഒന്നാണ് നമ്മളൊരു സെൽഫ് ട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ആ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യണ പോലെ തന്നെ നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ അതായത് നമ്മളെപ്പോഴും പുഷ് ഹാർഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്, മുന്നോട്ട് പുഷ് ചെയ്തേ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അത്തരം കുറേ ബിലീവ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവമല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പം നിനക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിനക്ക് കൂടുതൽ പുഷ് ഹാർഡ് ചെയ്യാൻ പറ്റും, നിനക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും, കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദർ ഈസ് എ റൈറ്റ് വേ ഓഫ് ബീയിങ് പ്രൊഡക്റ്റീവ്. അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു മനുഷ്യനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയണത് ഇന്നത്തെ കാലത്ത്. നമ്മളെല്ലാരും മടിയന്മാരാണെന്ന് പറയുന്നതിന്റെ ഒരു ഇതാണല്ലോ. അതെ, അപ്പോൾ നമ്മൾ ഇത്തരം ഡെഫിനേഷനിൽ കൂടെ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്ക് വി ഫീൽ സാഡ്, അല്ലെങ്കിൽ നമുക്കൊക്കെ എന്നെ മറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർ വെച്ച ഡെഫിനേഷനിൽ നോക്കുമ്പോൾ ഞാൻ നല്ലതല്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കുറവുള്ള ഒരാളാണെന്ന് നമുക്ക് തന്നെ തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ഗിൽറ്റ് ഉണ്ടാവും. നമ്മൾ ആ ഗിൽറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കുറച്ച് നമ്മളെ ലേസി ആക്കാം, ഒന്നും കൂടി നമ്മൾ പുറകിലോട്ട് തള്ളാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ സൊസൈറ്റി ഡെഫിനേഷനൊക്കെ നമ്മളെ ലേസി ആക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ സിറ്റുവേഷനിൽ കൂടെ ലേസി സിംറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്ന ചാൻസ് ഉണ്ട്. എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുസ്തകം തുറക്കത്തില്ല, സ്കൂളിൽ വെച്ചിട്ടോ, ഒന്നും പ്രത്യേകിച്ച് വായിക്കത്തോ പഠിക്കത്തോ. ഇപ്പം എല്ലാവരും മടീന പരീക്ഷ കൊടുക്കുന്ന നോക്കാം. ഹി ഹാഡ് എ വേ ടു ഇറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ആ ഒരു സോഷ്യൽ നോം ഓഫ് എന്താ പറയുക സിറ്റിംഗ് ഡൗൺ ആൻഡ് ലേണിംഗ് പുള്ളിക്ക് വേണ്ട. പുള്ളി ക്ലാസ്സിൽ പഠിക്കുന്നത് പുള്ളിക്ക് നല്ല വെച്ചാൽ പുള്ളി ഒരു വേറെ രീതിയിലാണ് സാധനങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് അത് ഒന്നോടെ ഗോ ത്രൂ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. പുള്ളി ട്രൈ ചെയ്തിട്ട് പുള്ളിക്ക് വേണ്ടെന്ന് പുള്ളി അങ്ങനെ പറഞ്ഞാണ്. ഹീസ് വെരി ബ്രില്യൻ്റ് നൗ. ഇപ്പോൾ വെരി വലിയ വെൽ അച്ചീവ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ പറയണം ഇപ്പം. പക്ഷെ നമ്മൾ കൺസെപ്റ്റ് ആൾക്കാരുടെ കൺസെപ്റ്റ് അങ്ങനെ കൺസീവ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഒരാൾക്ക് ജോലി കിട്ടാത്ത ഒരാളാണെന്നായിരിക്കും, അപ്പം നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ അവരെ ബ്ലെയിം ചെയ്യും. നീ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടാത്തത്. പക്ഷേ അദ്ദേഹം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒത്തിരി ജോലികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ലിമിറ്റ് വെച്ച്. പക്ഷെ അതിൽ അദ്ദേഹത്തിന് വിചാരിച്ച റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് ബേൺ ഔട്ട് ആയി പോയതായിരിക്കാം. അല്ലെങ്കിൽ ഇത്രയും ഒരു 100 ജോലികൾ അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്ത അയാളുടെ അവസ്ഥ തന്നെ നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു പുറമേയുള്ള കാണണ ആ ഒരു സിംറ്റത്തിനെ നമ്മളൊരു ടാഗ് കൊണ്ടുപോയി ചാർത്തുകയാണ്. ഓക്കെ, നീ ഒരു മടിയനാണ്, നിനക്ക് ജോലിയില്ല, കാരണം നിനക്ക് വേണ്ടാത്തതുകൊണ്ടായിരിക്കും, നീ ട്രൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അത്തരം കുറെ കൺസെപ്റ്റുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഡേ ബൈ ഡേ ലൈഫിലെ. ഉറപ്പായിട്ടും അങ്ങനെ ആളുകൾ പിന്നെ സ്വയം വിശ്വസിക്കാൻ നടക്കും, എന്നെ കൊണ്ട് പറ്റാത്ത ആളാണ്. സോ ഇതൊക്കെയാണോ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? ഇപ്പൊ ഈ ബുക്കിന്റെ കോർ കൺസെപ്റ്റിന്റെയും ഇപ്പൊ ലേസിനെസ് ഒരു അസുഖമല്ല, അത് തന്നെയാണ് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അതെ, ഒന്ന് നമ്മുടെ സെൽഫ് വർത്ത് എന്ന് പറയണത് നമ്മളെപ്പോഴും ബിസി ആയിരിക്കണതല്ല, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റി കാണിച്ചു തരുന്ന രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കണതിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞ കൂട്ടുകാരനെ പോലെ അതെ, ഹി നോസ് വാട്ട് ഹി ക്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മളെ ലേസി ആണെന്ന് ആൾക്കാർ പറയും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വി വിൽ ട്രൈ ഹാർഡർ, നമ്മൾ പല കാര്യങ്ങളും കൂടുതൽ എഫേർട്ട് ഇടും. പക്ഷേ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമുക്ക് ഫിസിക്കലി ചിലപ്പോൾ പറ്റാണ്ടാവും, അല്ലെങ്കിൽ
നമ്മൾ ഒരു ഗിൽറ്റ് ഫീലിംഗ് കൂടെ കടന്നു പോകും, നമ്മളെ കൂടുതൽ ഷെയിംഫുൾ ആക്കാം, നമ്മളെ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആക്കാം. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കർ ആവുക എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റോറി ഇതിൽ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് തന്നെ ഇന്റേണൽ പ്രഷറായിരുന്നു അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തണം എന്നുള്ളത്. പക്ഷെ ഒരു പരിധി വരെ അദ്ദേഹം പല ആൾക്കാരോടും പറഞ്ഞ് പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. പിന്നെ അദ്ദേഹം ആ എനർജി ഉപയോഗിച്ച് എഴുതാൻ തുടങ്ങി. ഹീസ് എ ഫേമസ് റൈറ്റർ നൗ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ സൊസൈറ്റി എക്സ്പെക്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ ഫിസിക്കലി ഇമോഷണലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ ഫൈൻഡ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ആ ഒരു ലേസിനെസ്സിൻ്റെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുക എന്താണ് ഇതിന്റെ ബിഹൈൻഡിലെ റീസൺ എന്ന്. ചിന്തിച്ചേക്കും ശരിയാണ്. നമ്മൾ പല കാര്യങ്ങളും ഇപ്പം മോട്ടിവേഷൻ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പർപ്പസ് ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിനോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ജിൻ. ഇപ്പം നമ്മുടെ ബിസിനസ് ജേണി തുടങ്ങിയതിന് ശേഷം നമ്മളൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അതിൽ കൂടെ കടന്നു പോയിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ജെനുവിൻലി നമ്മൾ അതിലൊന്നും ചെയ്യണില്ല. കാരണം അത് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാത്തൊരു സംഭവമായിരുന്നു, ഒരു ടോപ്പിക്കായിരുന്നു, ഒരു സബ്ജക്റ്റ് ആയിരുന്നു. നമ്മളത് തിരിച്ചറിയേണ്ട. അതിൽ എന്തോരം പുഷ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ടയേർഡായി പോകുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു കുറച്ചും കൂടി ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയെ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേനെ. ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. കാരണം അതെ. കാരണം അദ്ദേഹം പറയണത് ഓരോരുത്തരും അവനവനെ തന്നെ ഷെയിം ചെയ്യിക്കാണ്ട്, അത് സാധിക്കാത്ത ഒരാളാണല്ലോ എന്ന് ചിന്തിക്കാണ്ട്, അല്ലെങ്കിൽ വർത്ത്ലെസ് ആവാതെ ആ ഒരു ലിസൺ ടു ഡിസ്ട്രാക്ഷൻ എന്ന് പറയില്ലേ, അതാണ്. ഓക്കെ, ഇതിന്റെ വേറൊരു സിസ്റ്റർ എന്ന് പറയുന്ന സാധനമാണ് പ്രൊക്കാസ്റ്റിനേഷൻ ആൻഡ് സെൽഫ് ബ്ലെയിം. ശ്യാം ഒന്ന് ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യുകയും ചെയ്തു. പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിനെ കാണുന്നതും ഒരു ലേസി ആയിട്ടാണ്. ഇന്ന് വേണം എന്ന് വേണ്ട സാധനം നമ്മൾ മാറ്റി വെക്കുന്നു. അതിന്റെ പറയുന്നു ഞാനിന്ന് ചെയ്തില്ല എന്ന് പറയുന്നത് സെൽഫ് ബ്ലെയിം ചെയ്യുന്നു, വിച്ച് ഇസ് പ്രൊക്കാസ്റ്റിനേഷൻ. സോ അത് വൈ ഡു വി ഡു ദാറ്റ്? ലൈക്ക് അത് മടിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണോ ഡിവോൺ പറയുന്നത്? അല്ല, അത് നമ്മൾ ഒരു കാര്യം മാറ്റി വെക്കണതിൻ്റെ പുറകിലൊരു റീസൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അവസാനത്തേക്ക് വെക്കണതിലൊരു റീസൺ ഉണ്ടാവാം. ഒന്ന്, ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പേടിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്കത് ചെയ്യാനുള്ള അറിവുണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ അത്തരം ചിന്തകൾ നമ്മൾ അലട്ടുണ്ടാവായിരിക്കാം. ഇപ്പോൾ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ് ജേണിയിൽ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ എന്തായിരിക്കും നമുക്കറിയില്ല. ഒരു അൺസർട്ടനിറ്റി, എപ്പോഴും ഫിയർഫുൾ ആണല്ലോ. അപ്പോൾ അതായിരിക്കാം, അല്ലെങ്കിൽ അതിലേക്കുള്ള അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഫോർ ദാറ്റ് മെനി റീസൺ നമ്മൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആ റീസൺ എന്താണെന്ന് തിരിച്ചറിയാണ്ട് നമ്മൾ ചെയ്യരുതാത്ത നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യണതിൽ വലിയ അർത്ഥമില്ല എന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ പ്രോക്രാസ്റ്റിനേറ്റ് ബിഹൈൻഡ് റീസൺ ഉണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പുഷ് ചെയ്യാണ്ട് എന്തിനാണ് എനിക്ക് എന്നെ പുഷ് ചെയ്യേണ്ട അവസ്ഥ, വൈ ആം ഐ ഡൂയിങ് ദിസ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്നെ സ്റ്റോപ്പ് ചെയ്യണത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിനെ ലേസിനെസ് എന്നുള്ള രീതിയിൽ ടാഗ് ചെയ്യുന്നതും ഒഴിവാക്കാൻ പറ്റും. അതെ. ഇപ്പം ഞാൻ ഇതിനെ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പം ലേസിനെസ് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരു ഇറ്റ്സ് എ സിംറ്റം. ഇപ്പം നമ്മൾ ഒരാൾ ലേസി ആയിട്ടിരിക്കുന്ന കാണുവാണെങ്കിൽ, ഐ ഫീൽ ഐ എം ലേസി, ഇപ്പം ഞാൻ ചിന്തിക്കേണ്ടത് വൈ ആം ഐ ലേസി എന്നാണ്. ഹൗ ക്യാൻ ഐ ഗെറ്റ് റിഡ് ഓഫ് ലേസിനെസ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി പാടുള്ളൊരു കാര്യമായിരിക്കും. അതെ, കാരണം നമ്മൾ ആ സ്റ്റേറ്റിലെത്തി. കാരണം നമ്മൾ തന്നെ ചിന്തിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു, അതിലേക്കുള്ള എനർജി ഇല്ല, അല്ലെങ്കിൽ അതിലേക്കുള്ള അറിവില്ല, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തു, നമ്മൾ ഗീവ് അപ്പ് ചെയ്യുന്നു, വീണ്ടും എത്തുന്നു, അങ്ങനെ ഒരു ലൂപ്പിൽ എത്തിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ആ സ്റ്റേജിൽ എത്തുമ്പോൾ പുഷ് ചെയ്തിട്ട് വലിയ കാര്യമില്ല, വീണ്ടും ആ ലൂപ്പ് ഒത്തിരി കൂടെ എൻലാർജ് ചെയ്യുള്ളൂ. വീണ്ടും ട്രൈ ചെയ്യും നിങ്ങൾ, വീണ്ടും നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിലെത്തും, വീണ്ടും ഷെയിം ചെയ്യും, ഗിൽട്ടാവും, ആ ഒരു വീണ്ടും സെക്കൻഡ് ലൂപ്പ് തുടങ്ങും. ഇപ്പം നിങ്ങളുടെ അറിയാവുന്ന ഒരാളൊരു മകനോ ആരെങ്കിലും ലേസി ആയിട്ടിരിക്കുകയാണെങ്കിൽ ചോദിച്ചു നോക്കുക. ചിലപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇപ്പം മക്കളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര എനർജറ്റിക്, ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ. സോ ഇറ്റ്സ് നോട്ട് ബീങ് ലേസി, ഇറ്റ്സ് ദാറ്റ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ചിലപ്പോൾ അതായിരിക്കാം, ചിലപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ആ കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക.
ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഈ ലൈസൻസ് ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന്റെ പുറകിലെ റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണോ ഇതിന്റെ ഏറ്റവും വലിയ മൈൻഡ് സെറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ ശ്യാമിന് ഉണ്ടായ ഏറ്റവും വലിയ മൈൻഡ് സെറ്റ് ചേഞ്ച് ഇതാണോ? നമ്മൾ ഒരു മടി എന്ന് പറയുന്ന ഫീലിംഗിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് പറയുന്നത്. ഒന്ന് ഒരു ഷെയിം ബേസ്ഡ് അപ്രോച്ച്, നമ്മൾ അദ്ദേഹത്തിനെ കളിയാക്കും അല്ലെങ്കിൽ സ്വയം തന്നെ കളിയാക്കുകയാണ്. ഞാൻ എന്നോട് തന്നെ പറയാണ് ഐ എം യൂസ്ലെസ്, എനിക്കിത് പറ്റില്ല, സോർട്ട് ഓഫ് സെൽഫ് സബോട്ടേജ് ചെയ്ത് നമ്മൾ ഓക്കെ എന്നെ കൊണ്ട് അത് പറ്റില്ലല്ലോ, ഞാനിനി അത് എന്തിനാ അതിലേക്ക് മുന്നോട്ട് പോകണം, അങ്ങനെ ഒരു സെൽഫ് ഷെയിംഫുൾ അല്ലെങ്കിൽ ഷെയിം ബേസ്ഡ് അപ്രോച്ച് ഉണ്ട്. സെക്കൻഡ് അപ്രോച്ച് ഐ ലൈക്ക് ദ സെക്കൻഡ് അപ്രോച്ച്, അത് വെച്ചാൽ ക്യൂരിയസ് അപ്രോച്ച് എന്ന് പറയാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഐ എം ബിക്കമിങ് മോർ ക്യൂരിയസ് ഇൻ മൈ ആക്ഷൻ ഓർ ഇനാക്ഷൻ. ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ആ സംഭവത്തിൽ ഒത്തിരി എഫേർട്ട് ഇടാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ കാര്യം നടക്കാനായിട്ട് ചിലപ്പോൾ ഐ വാസ് ഡൂയിങ് സംതിങ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ഐ വോണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. ചിലപ്പോൾ ഞാൻ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഒരു കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ചെയ്യാൻ വിചാരിച്ച് ചെയ്യാതിരുന്ന് മടി പിടിച്ച കാര്യത്തിന് എനിക്ക് പേടിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫിസിക്കലി ഞാൻ ടയേർഡായിരിക്കാം, പിന്നെ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് പറ്റാത്തതുകൊണ്ട് ഞാൻ ടയേർഡായതായിരിക്കാം. അപ്പോൾ അതുവരെയുള്ള സ്റ്റേജുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. നമ്മെ തന്നെ ആ ഒരു നിങ്ങളെ തന്നെ ആ ഒരു ഷെയിംഫുൾ ആയിട്ടുള്ള അവസ്ഥയെ കൂടെ നിങ്ങളെ തന്നെ തളർത്തുന്ന അവസ്ഥയെ കൂടെ കടന്നു പോകാണ്ട് ട്രൈ ടു ഫൈൻഡ് ദ റീസൺ ബിഹൈൻഡ് ആ ഒരു ലേസിനെസ്. ഓക്കെ. ഞാൻ നാളെ ദിവസം ഞാൻ ഷെയർ ചെയ്താണിത്, പക്ഷേ ഓർക്കണമെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് എൻ്റെ കാല് വൃത്തികേടായിട്ട് കൊണ്ട് നടക്കുന്നതല്ല, എനിക്ക് ഭയങ്കര മടിയാണ്. നമുക്ക് കാല് ആരും കാണുന്നില്ലോ, കാരണം ഞാൻ കുറെ ഷൂസ് ഇടുന്നത്, ആരും കാണുന്നില്ലോ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്തെങ്കിലും ചെരുപ്പിടേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് ഒന്നൊരു ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ ചച്ചമുക്കാറ്. അപ്പം ഞാൻ പലപ്പോഴും ചെരുപ്പിടുമ്പോൾ എനിക്ക് തന്നെ ഇതെന്തോ എൻ്റെ കാല് കാണുമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്, ഞാൻ വെരി ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെരുപ്പ് മേടിച്ചു. ലിറ്ററലി ഞാൻ ഷൂസ് യൂസ് ചെയ്യണം കുറച്ചിട്ട് ഞാൻ ചെരുപ്പ് മേടിച്ചിട്ട് ചെരുപ്പ് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും കാരണം ഐ ഹാവ് നോ ചോയ്സ്. ഞാൻ മടിയനായതിന്റെ കാരണം എനിക്കത് ഞാൻ തിരിച്ച് ചിന്തപ്പോഴും ചോദിച്ചാൽ എനിക്കതിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ആ കാരണം ഇല്ലാണ്ട് ഞാൻ എന്തോരം ഞാൻ പുഷ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഐ ഹാവ് എ റീസൺ ടു ഡു ഇറ്റ്. അതെ, ഇപ്പം നമ്മൾ ചെയ്യാതിരിക്കണ ഓരോന്നിനും പുറകിലൊരു കാരണമുണ്ട്. ഇപ്പം നമ്മൾ എക്സൈറ്റ് ചെയ്യാത്ത കാരണങ്ങളായിരിക്കാം. ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു നമ്മുടെ ജനറേഷനിലൊക്കെ കൂടുതലും ഫാമിലി പുഷ് ചെയ്തിട്ടാണ് ഓരോ കോഴ്സസിനൊക്കെ നമ്മൾ ചേർക്കാറ്. അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് അവരായിരിക്കാം ഇൻഫ്ലുവൻസ് ചെയ്ത് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കണത്. അവർക്ക് കുട്ടികളുടെ ഇഷ്ടമില്ലാണ്ട് ചേർത്തണ പല കാര്യങ്ങളും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ മടിയന്മാരായി പോണതിൻ്റെ പുറകിൽ ബിക്കോസ് ദാറ്റ്സ് നോട്ട് വാട്ട് ദേ വാണ്ടഡ് അല്ലേ. അപ്പോൾ അത് എല്ലാ ആംഗിളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെങ്കിൽ പോലും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാത്ത പ്രൊജക്റ്റുകൾ നമ്മൾ തലയിടാതിരിക്കുക. അത് നമ്മളെ എവിടെ എത്തിക്കില്ല. നമ്മൾ സ്വയം നശിച്ച് അല്ലെങ്കിൽ വേണ്ടാത്ത ആലോചിച്ച് പോകുന്നല്ലാതെ ട്രൈ ടു ഫൈൻഡ് ദ റീസൺ ബിഹൈൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോകാതിരുന്നത്. ഞാൻ വേറൊരാളുടെ മടി കൊണ്ട് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ ഇഫ് യു ഹാവ് വൺ അഡ്വൈസ് വാട്ട് വുഡ് ഇറ്റ് ബി? ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക, അത് ഒരു മടിയല്ല, ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ പരസ്യമായിട്ട് കാണാത്തതായിരിക്കാം, ചിലപ്പോൾ അയാൾ ഒറ്റയടിക്ക് പറയാത്ത കാര്യങ്ങളായിരിക്കാം. ഇറ്റ് മെയ് നീഡ് സം സോർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഒത്തിരി കൂടി എമ്പത്തറ്റിക് ആയിട്ട് അയാൾ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ അതായത് ഓക്കെ നിന്റെ മടി കാരണം കൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കണതെന്ന് പറയാതെ നമുക്കൊരു നല്ല റാപ്പ് അയാളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംതിങ് അൺകോൺഷ്യസ് മൈൻഡിൽ ദർ വിൽ ബി റീസൺസ്, അല്ലെങ്കിൽ ആ ഒരു റീസൺ അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞ പോലത്തെ റീസൺ അവിടെ ഇരിക്കുന്നുണ്ടാവും. അത് അദ്ദേഹം ഓപ്പൺ അപ്പ് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കി ഒരു റാപ്പ് ഉണ്ടാക്കി മാത്രമേ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നമുക്ക് വേറൊരാൾ വേണമെന്നില്ല. ഇപ്പം എനിക്ക് തന്നെ അത് ഡീപ് ഡിഗ് ചെയ്ത് എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളൊരു സെൽഫ് കോച്ചിങ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. ഞാൻ തന്നെ എന്നെ അനലൈസ് ചെയ്യാണ്, എൻ്റെ ആക്ടിവിറ്റീസിനെയും എൻ്റെ ഇനാക്ടിവിറ്റീസിനും ഞാനത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പം ഞാനൊരു സമയത്ത് തുടങ്ങുന്ന സമയത്ത് വെരി എക്സൈറ്റിംഗ് ആയിട്ടൊരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനത് ചെയ്യാതെ ഞാൻ അത് ചെയ്യണ എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ട്രൈങ് ടു ഫൈൻഡ് സംതിങ് എൽസ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇനാക്റ്റീവ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഞാനത് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നുള്ളത്. ഞാൻ ആ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി ഇതായിരിക്കും എൻ്റെ റീസൺ. ഓക്കെ, ദെൻ ഐ ഹാവ് ടു ചേഞ്ച് ദ വേ ഞാനത് ചെയ്യാൻ വിചാരിച്ച രീതി മാറ്റണമായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കതിൽ പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കാം, അപ്പം എനിക്ക് പേടിയായിരിക്കാം. അപ്പം എന്തുകൊണ്ടാണ് പേടിയെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പണ്ട് എൻ്റെ ടീച്ചർ പറയായിരുന്നു, മടി
മടിക്കുള്ള പ്രതിവിധി ചൂരൽ കഷായം എന്ന് പറയാറ്. പക്ഷേ ചൂരൽ That's a കഷായം very wrong way to do it. Okay. ഇപ്പൊ നമ്മൾ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളിൽ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. Yes, talk to them. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾ മടിയുള്ള ആളാണോ? നിങ്ങൾ മടിയനാണോ? അതാണ് ക്വസ്റ്റ്യൻ. മടിയനാണെങ്കിൽ എസ് അടിക്കുക. സന്തോഷ വാർത്ത, മടി ഒരു രോഗമല്ല, മടി നിലനിൽക്കുന്നില്ല. മടിയനാണെങ്കിൽ എസ് അടിക്കുക, മടിയനാണെങ്കിൽ നോ അടിക്കുക, ആരും എസ് അടിക്കത്തില്ല. ഇതുപോലെ സോ ഇറ്റ്സ് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയായിരിക്കാം. നിങ്ങൾ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ആ മടി എന്നുള്ളൊരു പ്രശ്നത്തിലൂടെ പോകുന്ന ഒരാളാണ്. ഒന്ന് സെൽഫ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് മടിയല്ല, യു ഹാവ് എൻ അണ്ടർലൈങ് റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ദാറ്റ് അണ്ടർനീത്ത്. അത് വർക്ക് ഓൺ ഇറ്റ്. നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഈ ബുക്ക് പറയുന്നതും. സോ ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ്. ഡിവോണിന്റെ വഴികളിലൂടെ നമുക്ക് ഡിവോൺ പ്രൈസിന്റെ വഴികളിലൂടെ നമുക്ക് പോയി നോക്കാം. അതൊരു പരിധി വരെ സത്യം അല്ലേ. നമുക്ക് നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പം അതിനെ നമ്മൾ മടി, അല്ലാണ്ട് നമ്മൾ ഒരു ജനറ്റിക്കലി വന്ന് ഓക്കെ ഞാനിനി ഒന്നും ചെയ്യാത്ത ഒരാളായി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല. അവൻ്റെ ചില സാഹചര്യങ്ങൾ തള്ളി അവിടെ ഇരുത്തി പിന്നെയും അതിലേക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരാളൊരിക്കലും കാണുമ്പോൾ ഒന്ന് ബി കൈൻഡ് ടു ദം, അല്ലെങ്കിൽ ആസ്ക് ദം, അല്ലെങ്കിൽ സ്വയം ആണെങ്കിലും ഒന്ന് ചോദിക്കുക എന്താണ് നിന്നെ ഇങ്ങനെ ഇരുത്തി കളയണ സാധനം. കുറെ ഭർത്താക്കന്മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ഭാര്യമാരത്തിനോട് കൈൻഡ് ആകുക ഭർത്താക്കന്മാരടുത്ത്. മടിയായിട്ട് വെറുതെ ഇരുന്ന് ഫോൺ കാണുന്നതായിരിക്കില്ല. എനിവേ, ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും മെസ്സേജുകളായിട്ടും അയക്കുക. ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് വി ലവ് ടു ഹിയർ ഫ്രം യു. വി ലവ് ഹൗ യു ഫൈൻഡ് ഇറ്റ്. അതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഞങ്ങൾക്ക് ചെയ്യാനുള്ള എനർജി കൂടും. ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇത് ഈസി അല്ല. ഇപ്പോൾ ഈ ശ്യാമിനോട് ഞാനിങ്ങനെ ചോദിക്കുന്നത് കേട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ ഹീ സ്പെൻഡ്സ് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ടൈം ബിഹൈൻഡ് എ ബുക്ക്. ഇത് മറ്റേ ChatGPT അല്ലേ സാധനം. ഹീ റീഡ്സ് എവറി ബുക്ക് ഹീ ഡിസ്കസസ്. സോ അതിന് ഒരു എനർജി വേണം. ആ എനർജിയാണ് നിങ്ങളുടെ സ്നേഹം. പിന്നെ നമ്മൾ വായിക്കുന്ന ബുക്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കഥകൾ മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ മാറ്റം വരുത്തണമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 500-600ഓളം പേര് തന്നെ നമ്മളെ റീച്ച് ഔട്ട് ചെയ്തു, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തു. അവർക്ക് ഡിജിറ്റലി അവരൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാൻ നോക്കുന്നു. ദേ ട്രൈങ് ടു ദെയർ ബെസ്റ്റ് ടു ഡു, അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോരുത്തരും അവൻ്റെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്ന് പറയുമ്പോൾ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ യുവർ ലവ്. അപ്പം നമുക്ക് ഇനി ഏതെങ്കിലും ബുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ പ്ലീസ് ഡു കമന്റ് ദാറ്റ് ആസ് വെൽ. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആൻഡ് വി ലവ് ടു ഗ്രോ ടുഗെദർ. അപ്പോൾ അതാണെങ്കിൽ ഇതിനകത്ത് കമന്റ് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ പ്ലീസ് ടു ജോയിൻ ഇൻ. ലെറ്റ്സ് ടോക്ക്, ലെറ്റ്സ് ഗ്രോ, ലെറ്റ്സ് ചേഞ്ച് ദ വേൾഡ്. ഓക്കെ, താങ്ക് യു ഗൈസ്. താങ്ക് യു. ബൈ.